ഹോ ഇപ്പോയാ ഒരു സമാധാനമായേ. ഇനി 10 ദിവസം സമാധാനത്തോടെ ഉറങ്ങാലോ, കളിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം. ഹോ പൂതിയാവുന്നു. ഓ അപ്പൊ മിസ് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി കൊണ്ടുവരണമെന്ന്. അത് എഴുതാൻ തന്നെ 10 ദിവസം വേണ്ടി വരും. ഓ അതൊക്കെ വേഗം എഴുതി കഴിഞ്ഞോളൂ. നീ ഇപ്പോഴേ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഹായ്. ഓ ഇനി 10 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് തുള്ളിച്ചാടാൻ തോന്നുന്നു. എന്നാ ശരി നന്ദു, നീ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ വരില്ലേ? പിന്നെ വരാതെ. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ, നീ വാട്ടോ. ആ ശരി. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് വാ, അബുക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാ ഓക്കേടാ, ബൈ. അമ്മേ. ആ വന്നോ? അമ്മ വേഗം ചായ എടുത്ത് വെക്ക്, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാവേ. അല്ല ഇതിപ്പോ എന്ത് പറ്റി? അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നാ ഞാൻ വയ്യെ കൂടണല്ലോ ഒന്ന് ഫ്രഷ് ആവാനേ. എങ്ങോട്ടോ പോവാനുണ്ടല്ലോ. എങ്ങോട്ടാ പറ. എങ്ങോട്ട് പോകുന്നില്ല അമ്മേ. ഞങ്ങളെ ക്രിസ്മസിന്റെ കഴിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് വരുമ്പോഴേക്കും ഫ്രഷ് ആയി ചായക്ക് കുടിച്ച് നിക്കാന്ന് കരുതി. എല്ലാവരും ഒന്ന് പറഞ്ഞ ആരൊക്കെ? വേറെ ആരും അല്ല അമ്മേ, ഉണ്ണിക്കുട്ടനും ഉസ്മാനും തുമ്പിയും പാത്തും കിങ്ങിണിയും അവരൊക്കെ തന്നെ. ആഹാ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണം. ഓ തുടങ്ങി അവന്റെ ഒരു ക്രിക്കറ്റ്. അവരൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോയാ മതി ക്രിക്കറ്റ് കളിക്കാൻ. അതിന് നീ എന്തിനാണ് ചൂടാവുന്നേ? എപ്പോ നോക്കിയാലും ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ്, ഈ ഒരു വിചാരേ ഉള്ളൂ. ഓ ഞാൻ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, പോരെ. എന്നാ വേഗം ഫ്രഷ് ആയിക്കൂടി, അമ്മ ചായ എടുത്ത് വെക്കാം. ശരി അമ്മേ. പാറൂസേ വേഗം വാ. ആ എല്ലാരും എത്തിയല്ലോ. ഇന്ന് തന്നെ നമുക്ക് ക്രിസ്മസിനില്ലേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാറും ക്രിസ്മസ് ട്രീയും എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അല്ലേലും ഈ ലച്ചാന്റെ പൊളിയാ. മതി മതി.